ശാരിക പൊട്ടിക്കരയുകയാണ്. വൃത്തികെട്ട ആരോപണങ്ങളാണ് എന്നിൽ ഉന്നയിക്കുന്നതെന്നും പറഞ്ഞാണ് കരയുന്നത്. അപ്പോൾ അത് അവിടെ ബിൻസിയും നെവിനും കിടപ്പുണ്ട്. അപ്പം നെവിൻ പറയുന്നത് ഇവിടെ എനിക്കും വൃത്തികെട്ട ആരോപണങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, ഇത് വെറുതെ വിടരുത്, തോന്നിയ ദിവസം പറയാൻ സമ്മതിക്കരുതെന്ന് പറയുന്നു. അപ്പം ശാരിക എടുത്ത് ചോദിക്കുന്ന എന്താ പ്രശ്നമെന്ന് ബിൻസി ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത് അനിമോൾക്ക് കോളേജിൽ പഠിച്ച സമയത്ത് എന്നോടൊരു പ്രണയം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവളുമാരോട് പറഞ്ഞ് ഇപ്പോഴും അങ്ങനെ ഉണ്ടോ എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞതിന് ഇവളുമാരത് വളച്ചൊടിച്ച് അനിമോളോട് ശാരികക്ക് പ്രണയം ഉണ്ടെന്നാക്കി. ആദ്യം അനിമോളോട് ഇവളുമാർ ചെന്ന് ചോദിച്ചപ്പോൾ അനിമോൾ പറഞ്ഞു അയ്യേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം പറഞ്ഞ ശാരികയ്ക്കാണ് പ്രണയമെന്ന് പറഞ്ഞ്. അത് ഇവർ പുറത്ത് പോയി കഴിഞ്ഞപ്പം ഇവരത് അറിഞ്ഞ് അങ്ങനെ ഇവരെക്കുറിച്ച് അനാവശ്യം പറഞ്ഞെന്നും പറഞ്ഞാണ് ഇവർ രാവിലെ തൊട്ട് നൂറയോട് വഴക്ക്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയത്തില്ല. അപ്പം അതിനു വേണ്ടി ആയിരുന്നു ഇത്രയും ഒച്ചയും ബഹളം. അപ്പോൾ എനിക്കെതിരെ ഇവർ ആരോപണം ഉന്നയിക്കുവാണ്, ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്തവളുമാരാണ്, ഇവളുമാരെ വലിച്ച് കീറണം, വൃത്തികെട്ടവളുമാരാണെന്നൊക്കെയാണ് നൂറായ ആദിലയും ശാരിക ഇരുന്ന് പറയുന്നത്. അങ്ങനെ അതിനെ ചൊല്ലി അവരെന്നിട്ടിരുന്ന് പൊട്ടിക്കരയുകയാണ് ലൈവിൽ. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.